വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 7 മുതലുള്ള തിരുവചന ഭാഗം. 7-ാം തിരുവചനം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ തന്റെ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കുവാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു. 2 പേരായിട്ടാണ് ശിഷ്യന്മാരെ ഈശോ അയക്കുന്നത്. വളരെ ഹൃദയസ്പർശിയായ ഒരു തീരുമാനമാണത്. കാരണം ശുശ്രൂഷാ മേഖലയിലായിരിക്കുമ്പോൾ അവർക്ക് എന്തു തന്നെ സംഭവിച്ചാലും അവർ ഒറ്റയ്ക്കാകില്ല എന്ന ഒരു ഉറപ്പാക്കലാണത്. ദൈവം തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ ആവശ്യങ്ങളിൽ എത്രമാത്രം കരുതലുള്ളവനാണെന്നതിൻ്റെ തെളിവുമാണത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം ഒരുപാട് കരുതലോടെ തന്നെയാണ് നമ്മെ തിരഞ്ഞെടുക്കുന്നതും ഓരോ കർമ്മമണ്ഡലങ്ങളിലേക്ക് അയക്കുന്നതും. എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ഇരിക്കുമ്പോൾ അതെൻ്റെ കൂടപ്പിറപ്പുകളായിരിക്കാം, സഹചാരികളായിരിക്കാം, കുടുംബ ബന്ധങ്ങളായിരിക്കാം, അവർക്ക് സന്തോഷകരമായ ഓർമ്മകളാണോ ഞാൻ സമ്മാനിക്കുന്നതെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒപ്പം എൻ്റെ നന്മയ്ക്കു വേണ്ടി ദൈവം എനിക്ക് തന്നവരെ, അതാര് തന്നെ ആയിരുന്നാലും, മാതാപിതാക്കള്, ജീവിത പങ്കാളി, സൗഹൃദങ്ങള്, നമ്മുടെ പുരോഹിതര്, നമ്മുടെ സമർപ്പിതര്, ഇവരെയൊക്കെ ദൈവത്തിന്റെ സമ്മാനമായി കണ്ട് നിധി പോലെ സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നാം ആരും ഒറ്റയാനായി തീരുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരുമായും സഹകരിച്ചും വിശകലനം ചെയ്തും ആലോചന നടത്തി മുൻപോട്ട് പോകാനാണ് അവിടുന്ന് ആഗ്രഹിക്കുക. പങ്കുവച്ച് സാഹോദര്യത്തോടെ പരസ്പര ഉന്നമനത്തിനായി നാം യത്നിക്കണമെന്നാണ് വചനം നമ്മളിന്ന് പഠിപ്പിക്കുക. ദൈവസ്നേഹത്തിൽ വളരാൻ, ദൈവത്തോടുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട് ഞാൻ എൻ്റെ സഹോദരനെ സന്തോഷത്തോടെ സഹായിച്ചിട്ടുണ്ടോ? ഞാനും വിളിക്കപ്പെട്ടവനാണ്, അയക്കപ്പെട്ടവനും കൂടിയാണ്. ഞാൻ എൻ്റെ തന്നെ വളർച്ചയ്ക്ക് വേണ്ടിയാണോ പ്രാധാന്യം കൊടുക്കുക? മറ്റുള്ളവരുടെ ആത്മീയ വളർച്ചയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിബന്ധമായിട്ടുണ്ടോ? നമുക്ക് ധ്യാനിക്കാം. നാമൊക്കെ യാത്ര ചെയ്യുമ്പോൾ, ഈ ജീവിതയാത്രയിൽ മുമ്പോട്ട് പോകുമ്പോൾ, ഒറ്റയ്ക്കാകുമ്പോൾ പലപ്പോഴും വഴിതെറ്റുവാനും പോകേണ്ടാത്ത ഇടത്തേക്ക് പോകുവാനുമുള്ള സാധ്യത കൂടുതലാണ്. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഉണ്ടാകാനിടയാകുന്ന അപകട സാധ്യതകളെ മറികടക്കാനാണ് കർത്താവ് നമുക്ക് കൂടെ യാത്ര ചെയ്യാനായിട്ട് സഹോദരങ്ങളെ സമ്മാനിച്ചിരിക്കുന്നത്. സൗഹൃദങ്ങളും സഹോദര ബന്ധങ്ങളും നല്ല വ്യക്തിബന്ധങ്ങളുമൊക്കെ ദൈവത്തിന്റെ ദാനമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാം. നമ്മുടെയൊക്കെ ഈ മനുഷ്യ ആയുസ് നാമൊക്കെ ഇങ്ങനെ ജീവിച്ചു തീർക്കുമ്പോൾ നമുക്ക് സ്വതന്ത്രമായിട്ട് ഉപദേശം തേടുവാനുള്ള ആത്മീയ ഉപദേശം സമ്മാനിക്കുന്നവരുണ്ടോ? ഞാൻ അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ സഹചാരികളെ തെറ്റായ പാതയിലേക്ക് നയിച്ചിട്ടുണ്ടോ? വിശുദ്ധമായ മാമോദീസായിലൂടെ നാം ഓരോരുത്തരും അയക്കപ്പെട്ടവരാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നാം വളരുവാനായിട്ടും കടന്നു ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ ക്രിസ്തുവിന്റെ സമാധാനം കൊടുക്കുവാനായിട്ട്, സമാധാനം സ്വീകരിക്കേണ്ട ഇടങ്ങളിലൊക്കെ സമാധാനം സ്വീകരിച്ചുകൊണ്ട് തിരുത്തപ്പെടേണ്ടവയെ തിരുത്തി മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്കിന്ന് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.